ഞാൻ പേര് പറയില്ല, ഒത്തിരി കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർക്കൊക്കെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഗീത പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗീത നന്നായിട്ട് ഗീത ചൊല്ലിയിട്ട് അത് അർത്ഥം അറബിയിൽ വെക്കാൻ വരെ എനിക്ക് കഴിയുന്നുണ്ട്. എനിക്കിത് ഈ ലോകത്തിന് കൂടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടൂല, എനിക്ക് ഖുറാനില്ല, എനിക്ക് തോറന്ന് കിട്ടില്ല, എനിക്ക് ഗീത തന്നെ വരണം. അപ്പോൾ എനിക്ക് സമസ്ത ലോക സുഖിനെ വന്നെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുൻ വേദങ്ങളെ സത്യപ്പെടുത്തിയോണ്ട് ഇത് വന്ന് പറയുമ്പോൾ മുൻ വേദങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയതും ഗീത എന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരോടും പറഞ്ഞത് ഇപ്പോൾ ഈ സത്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഖുർആൻ ഷരീഫ് ഇറങ്ങിയ സൗദി അറേബ്യയാണ്. അവിടെ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീതയും യോഗയും അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. ഇപ്പം ഇന്ന് കമ്മ്യൂണിസത്തിനും നിർഭാഗ്യവശാൽ കമ്മ്യൂണിസത്തിന് ഇസ്ലാമിലേക്ക് റാഡിക്കലൈസം വന്നാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റി. അതൊരു പരിധി വരെ ആർക്കുണ്ടായിരുന്നു, ഈസായികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈസായികൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടത് അവരെ കയ്യിൽ നിന്ന് ഒരു 10-20 വർഷമായിട്ട് ആ റാഡിക്കലൈസം പോയതുകൊണ്ട് അവർ ആ സ്പിരിച്വാലിറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇസ്രായേൽ ജൂതനായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗമല്ല പോലെ, അതിൻ്റെ മുകളിലാണ്. അത് മനസ്സിലാണെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം. അപ്പം ഈ ഗീത പഠിക്കാൻ എനിക്ക് കാരണം വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അൽ ബഖറ എന്ന അധ്യായത്തിലെ 4-ാമത്തെ സൂത്രം അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം. ഇപ്പൊ മുസ്ലിമായ അബ്ദുൾ റഹ്മാൻ ഭഗവത്ഗീത ചൊല്ലുന്നു എന്ന് പറയുന്നത് എനിക്കിത് ഈ ലോകത്തിന് കൂടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടൂല, എനിക്ക് ഖുറാനില്ല, എനിക്ക് തോറന്ന് കിട്ടില്ല, എനിക്ക് ഗീത തന്നെ വരണം. അപ്പോൾ എനിക്ക് സമസ്ത ലോക സുഖിനെ വന്നെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഖുറാൻ ദൈവികമാണ് വിശ്വസിക്കണം. ഖുറാൻ മുമ്പിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഈശ്വരമാണെന്ന് വിശ്വസിക്കണം. അത് രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, ബൈബിളും തുറക്കാൻ വിശ്വസിക്കണം. ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെടാത്ത ഒന്നുള്ളൂ, അത് സാക്ഷാൽ ഭഗവാനാണ്. സത്യം ഒന്നുള്ളൂ, അതിന് വിശേഷ പ്രജ്ഞ ജ്ഞാനമുള്ളവർ പലതായി കാണാന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയതും ഗീത എന്നാണ്. അനന്യശ്ചിന്തയന്തോ മാം ഹേ ജനപര്യുപാസതേ. ആകാശത്തുനിന്ന് പെയ്യുന്ന മഴപ്പുള്ളികൾ വ്യത്യസ്ത വഴി കൂടെ വന്ന് ഏകമാകുന്ന സമുദ്രത്തിൽ ഒരുമിക്കുന്നത് പോലെ ഏത് വഴി കൂടെ പോലെ അവിടെ എത്തും. ഖുർആൻ ഷരീഫ് ഇറങ്ങിയ സൗദി അറേബ്യയാണ്. അവിടെ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീതയും യോഗയും അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും പാടില്ലാത്ത കാര്യം. നിർഭാഗ്യവശാൽ കമ്മ്യൂണിസത്തിന് ഇസ്ലാമിലേക്ക് റാഡിക്കലൈസം വന്നാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റി. സുബ്ഹാനല്ലാഹ്, അവളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ മണ്ണിൽ ജനിച്ചത് ചില്ലറ ഭാഗ്യല്ല. പൂന്താനത്തിന് ജ്ഞാനപ്പാനൊക്കെ ഒന്ന് പഠിക്കണം. ഇവിടെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ പുല്ലായി ജനിച്ചാൽ പോലും മോക്ഷം കിട്ടുന്ന യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പക്ഷെ ഞാൻ ഈ ശ്ലോകം ചെല്ലുമ്പോൾ അതിൽ ക്ഷമ ചോദിക്കുകയാണ്. അതായത് ഞാനൊരു ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു മുസ്ലിമാണ്, അറിയല്ലോ. അപ്പോൾ നമ്മളെ ആ മുസ്ലിമായി ജനിച്ച് അതുപോലെ 5 നേരം നിസ്കരിച്ച് മുമ്പ് ഒരു ജീവിക്കണം. എൻ്റെ ഉള്ളിലൂടെ ഈ സംസ്കൃത ഭാഷകൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ഫോർമാലിറ്റീസ് കുറവുണ്ടാവും, സ്ഫുടതയൊക്കെ കുറവുണ്ടാവും. അത് നിങ്ങൾ ക്ഷമിക്കണം. പക്ഷെ എന്താണ് ഭഗവത്ഗീത പഠിക്കാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? ഭഗവത്ഗീത മാത്രമല്ല കുട്ടി, ഞാൻ ഒരു പക്ഷേ ഇന്ന് ഭാരതത്തിൽ ജൂതന്മാരെ തോറ അറിയുന്ന ഒരാൾ നമ്മളെ ഉള്ളൂ അറിയുന്നവരൊക്കെ പറയുന്നത്. തോറ പഠിച്ചാണ്, ബൈബിൾ 1.5 കൊല്ലം പഠിച്ചാണ്, ഈ സൂഫി ഗ്രന്ഥങ്ങൾ പഠിച്ചാണ്. പക്ഷേ എനിക്ക് ഗീതയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആക്കി. ഗീത പഠിക്കാൻ എനിക്ക് കാരണം ഖുറാനിലെ വിശുദ്ധ ഖുറാനിലെ 1-ാമത്തെ അൽ ബഖറ എന്ന അധ്യായത്തിലെ 4-ാമത്തെ സൂത്രം. ആ സൂത്രം കേൾക്കണം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കും. ഏത് ഗ്രന്ഥം? ഈ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ നമ്മൾ വിശ്വസിക്കാനും ഇതിനു മുമ്പ് ഭൂമിക്ക് ഇറങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളും എൻ്റെതാണെന്ന ബോധം ഉണ്ടാവുകയും. ആരത്? സാക്ഷാൽ ദൈവത്തിൻ്റെ ആണെന്ന ബോധം ഉണ്ടാവുകയും. നിങ്ങൾ ആത്മാവിന് നാശമില്ല എന്ന ബോധം ആർക്കുണ്ടോ അവരാണ് യൂക്കിന് മുത്തക്കിങ്ങളെന്നാണ്. മുത്തക്കി എന്ന് പറഞ്ഞാൽ ദിവ്യജ്ഞാനി എന്നാണ്. അപ്പോൾ ദിവ്യജ്ഞാനി ആവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഖുർആൻ ദൈവികമാണെന്ന് വിശ്വസിക്കണം. ഖുർആൻ മുമ്പിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഈശ്വരമാണെന്ന് വിശ്വസിക്കണം. അത് രാമായണം, മഹാഭാരതം, ഭഗവത്ഗീതയും ബൈബിളും തുറക്കാൻ വിശ്വസിക്കണം. നമ്മൾ അതിലും വലിയ കാര്യമാണ് നമ്മളെ സോള്, റൂഹില്ലേ, ഇതിന് നാശമില്ല എന്ന ബോധം ആർക്കുണ്ടാവണം. പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സോളിനെ കുറിച്ച് ചിന്തയില്ലാത്ത ആൾക്കാർ നമ്മൾ തന്നെയാണ്. അത് ആരാണ്? അവരാണ് യൂക്കിന് മുത്തക്കിങ്ങളെന്നാണ്. അപ്പോൾ അത് വെച്ച് എനിക്ക് ഒരുപാട് ജീവിതത്തിൽ പല ഉത്തരങ്ങളും കിട്ടിയത് എനിക്ക് ഗീതയിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ ഇൻസ്പിറേഷൻ ചെയ്യുന്നത് ഗീതയാണ്. എനിക്ക് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ല, പക്ഷെ 9 ഭാഷ സംസാരിക്കും. അപ്പൊ 450ഓളം ഗീതാ ശ്ലോകങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ ഉസ്താദുമാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ മതപ്രമുഖന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവരതിനെ സ്വീകരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എല്ലാം ഇത് ആ യഥാരൂപത്തിൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ആ 1-ാമത്തെ ഖുർആനിലെ ഈ 4-ാമത്തെ സൂക്തം അൽ ബഖറ ശ്രേഷ്ഠമായ പശു എന്ന അധ്യായത്തിലെ 4-ാമത്തെ സൂക്തം അവരോട് അത് പഠിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എങ്കിലും ഞാൻ ഗീത പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഗീത പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാത്ത ഉത്തരങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും, ഒരു സംശയമില്ല. നമ്മൾ ക്ഷേമം, അതായത് ഗീത പറയുന്നുണ്ട് അനന്യശ്ചിന്തയന്തോ മാം ഹേ ജനപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. തന്നിൽ നിന്ന് അന്യമല്ലാത്ത ചിന്തയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം. അത് യോഗം എന്ന് പറഞ്ഞാൽ മരണാന്തരം ലഭിക്കേണ്ട കാര്യങ്ങൾ, ക്ഷേമം ഭൂമിയിലെ കാര്യങ്ങൾ രണ്ടും ഞാൻ നോക്കിക്കൊള്ളാം. അപ്പോൾ എന്നെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജന്മത്തിൽ മുസൽമാനായിട്ട് ഞാൻ അള്ളാഹിനെ തന്നെയാണ് ഭജിച്ചാൽ മതി. അപ്പൊ മോള് കൃഷ്ണനെ ഭജിച്ചാൽ മതി.
ഇപ്പോഴത്തെ ജോസഫ് ജീസസിനെ വിളിച്ചാൽ മതി. ഏതിലായാലും ആകാശാൽ പതിതം തോഴും യഥാ ഗച്ഛതി സാഗരം സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്തു നിന്ന് പെയ്യുന്ന മഴത്തുള്ളികൾ വ്യത്യസ്ത വഴി കൂടെ വന്ന് ഏകമാകുന്ന സമുദ്രത്തിൽ ഒരുമിക്കുന്നത് പോലെ ഏത് വഴി കൂടെ പോലെ അവിടെ എത്തും. ഈ സത്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഖുർആൻ ഷരീഫ് ഇറങ്ങിയ സൗദി അറേബ്യയാണ്. അവിടെ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീതയും യോഗയും അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. ആനോ ഭദ്രഹ കൃതവെന്ന് വിശദ. അവിടെയാണ് പോയിന്റ്. ലോകത്തിലെ ദൈവമേ, ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് ഭദ്രമായ നല്ല ചിന്തകൾ എന്നിലേക്ക് പ്രവഹിക്കട്ടെ. അതുകൊണ്ടാണ് കമ്മ്യൂണിസം വന്നപ്പോൾ സ്വീകരിച്ചു, ജൂതായിസം സ്വീകരിച്ചു, യഹൂദൻ ഈസായിസം സ്വീകരിച്ചു, ഇസ്ലാമിസം സ്വീകരിച്ചു, എല്ലാം സ്വീകരിച്ചു. ലോകത്തെ എല്ലാവരും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം റാഡിക്കൽ അല്ലാത്തടത്തോളം കാലം അതൊക്കെ നല്ലതാണ്. ഇപ്പം ഇന്ന് കമ്മ്യൂണിസത്തിനും നിർഭാഗ്യവശാൽ കമ്മ്യൂണിസത്തിന് ഇസ്ലാമിലേക്ക് റാഡിക്കലിസം വന്നാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റി. അതൊരു പരിധി വരെ ആർക്കുണ്ടായിരുന്നു, ഈസായികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈസായികൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടത് അവരെ കയ്യിൽ ഒരു 10-20 വർഷമായിട്ട് റാഡിക്കലിസം പോയതുകൊണ്ട് അവർ ആ സ്പിരിച്വാലിറ്റി നിലനിൽക്കാൻ വേണ്ടി. ഈ കമ്മ്യൂണിസത്തിനും ഇസ്ലാമിസത്തിനും റാഡിക്കലിസം വല്ലാതെ പിടിപെട്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ. അത് പോയി കഴിഞ്ഞാൽ അത് 100% പ്യൂരിറ്റിയാണ്. അതുകൊണ്ടാണ് ഭാരതത്തിലേക്ക് വന്നത്. നല്ലതല്ലാത്തൊന്നും ഭാരതത്തിൽ സ്വീകരിക്കണം. മോളെ 650 കൊല്ലം മുഗളന്മാർ ഇവിടുന്ന് പോയില്ലേ, 200 ബ്രിട്ടീഷുകാർ പോയില്ലേ, മുഗന്മാർ ഷോളന്മാർ ഒക്കെ പോയില്ലേ. നല്ലത് മാത്രമേ ഇവിടെ നിലനിന്നിട്ടുള്ളൂ. അതാണ് ഈ നാടിൻ്റെ പ്രത്യേകത. ഇത് ഭാരതം എന്ന് പറഞ്ഞാൽ ഭായിൽ ലഭിക്കുന്ന നാടെന്നാണ്, അറിവിൽ ലഭിക്കുന്ന നാടാണ്. ഭാവരാഗ താള ലയം കൂടിയ നാടത്. ഇത് ചില്ലറ നാടല്ല. അപ്പോൾ ഈ പൂന്താനത്തിന് ജ്ഞാനപ്പാനൊക്കെ ഒന്ന് പഠിക്കണം. ഇവിടെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ പുല്ലായി ജനിച്ചാൽ പോലും മോക്ഷം കിട്ടുന്ന അത് എങ്ങനെയാണെന്നില്ല. ആ ജ്ഞാനപ്പാനൊക്കെ ഒന്ന് പഠിക്കണം. ജ്ഞാനപ്പാന ഫുള്ള് വൈകാട്ടെങ്കിൽ അത് പഠിക്കുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരറിയും. ഈ മണ്ണിൽ ജനിച്ചത് ചില്ലറ ഭാഗ്യമല്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ റബ്ബിനോട് അള്ളാഹ്ക്ക് ശുക്രല്ലല് എനിക്ക് ഈ ഭാരതത്തിൽ ജന്മം കിട്ടിയല്ലോ. ചില ആൾക്കാരെന്നോട് ചോദിക്കണ്ടേ, അപ്പോൾ അടുത്ത ജന്മം എന്തെങ്കിലും എന്താണ്, അടുത്ത എനിക്ക് സ്വർഗ്ഗത്ത് പോകാൻ പോലും താല്പര്യമില്ല. എൻ്റെ അള്ളാഹ്ക്ക് എന്നോട് ഒന്നും കൂടി പ്രിയമുണ്ടെങ്കിൽ എനിക്ക് ഈ ഭാരതത്തിൽ എന്നൊരു മനുഷ്യനായി തന്നാൽ മതി. ഇനി മനുഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു പുൽച്ചാടിയായിട്ട് പോലും ഭാരതത്തിൽ കിട്ടിയാൽ മതി. പക്ഷേ രാജാവായിട്ട് പോലും ഭാരതത്തിന് പുറത്ത് വേണ്ടെന്ന് ഞാൻ പറയും. ഞാൻ അള്ളാഹിനോട് അത് മാത്രം ആവശ്യം, സ്വർഗ്ഗം പോലും എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞു. കാരണം നിൽക്കണേ സ്വർഗ്ഗത്തിലാണേ. ഈ ജന്മം മുഴുവൻ 55 വയസ്സിലെ സ്വർഗ്ഗത്ത് ജീവിച്ച് ഇനി ആൾ പോയി സ്വർഗ്ഗത്ത് പോകണോ? വേണ്ട. അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗമല്ല പോലെ, അതിൻ്റെ മുകളിലാണ്. അത് മനസ്സിലാണെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം. അപ്പം ഈ മനുഷ്യനാം സഹസ്രേഷു കശ്ചിത്യത്തതി സിദ്ധയേ ഏതതാമപി സിദ്ധാനാം കശ്ചിമാം വേത്തി തത്വതഃ. ആയിരങ്ങളിൽ ഒരുവനെ എന്നെ മനസ്സിലാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ. 1000 ആളെ കൂടുതൽ സാക്ഷാൽ ഭഗവാനെ, അള്ളാഹുവിനെ, കർത്താവിനെ മനസ്സിലാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ. അങ്ങനെ പ്രയത്നിക്കുന്ന ആയിരങ്ങളിൽ ഒരുവനെ ആ സിദ്ധി കൈവരുന്നുള്ളൂ. ഏത് സിദ്ധി? സാക്ഷാൽ ഭഗവാനെ, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള സിദ്ധി, മോചനത്ത് കൈവരുന്നുള്ളൂ. അപ്പോൾ എത്രയായി? 1000 × 1000 10 ലക്ഷം. 10 ലക്ഷത്തിലൊരാൾക്ക് ഭൂമിയിൽ സാക്ഷാൽ ഭഗവാനെ, അവനെ വിശ്വസിക്കുന്ന ദൈവത്തെ ഏതായിക്കോട്ടെ, മോളെ ഭാഷ പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനായിക്കോട്ടെ, മനസ്സിലാക്കാൻ സിദ്ധി 10 ലക്ഷത്തിൽ. അങ്ങനെ സിദ്ധി കൈവന്ന ആയിരങ്ങളിൽ ഒരുവനെ എന്നെ തന്നെ ലഭിക്കുന്നുള്ളൂ.